പത്തനംതിട്ട തിരുവല്ല പൊടിയാടി സ്വദേശി ശശികുമാറിന്റെ മരണം കൊലപാതകം. ഈ മാസം 13-നാണ് ശശികുമാറിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൈറോയ്ഡ് ഗ്രന്ഥി മുറിഞ്ഞതാണ് മരണകാരണം. സുജു ടി ബാബു വിവരങ്ങളുമായി ചേർന്നുണ്ട്. സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 13-നാണ് ശശികുമാറിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് ഇത് കൊലപാതകം എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്? മറ്റു വിവരങ്ങൾ കൂടി. ആര്യ ആദ്യം ഒരു അസ്വാഭാവിക മരണം മാത്രമായിരുന്ന പോലീസിൻ്റെ നിഗമനം. എന്നാൽ ആര്യ പിന്നീട് ഇത് പോലീസിൻ്റെയും ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമെന്ന തലത്തിലേക്ക് എത്തുന്നത്. ഈ തിരുവല്ല പൊടിയാടിയിൽ 47-കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ കൊച്ചുപുരയിൽ വീട്ടിൽ അയ്യപ്പൻ പിള്ളയുടെ മകൻ ശശികുമാറിൻ്റെ മരണമാണ് ഇപ്പോൾ പോലീസ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മാസം 13-ാം തീയതി ഉച്ചയോടുകൂടി വീട്ടിലെ കിടപ്പുമുറിയിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ സംശയങ്ങളിലായിരുന്നു. എന്നാൽ തൈറോയ്ഡ് ഗ്രന്ഥി മുറിഞ്ഞാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണം. ഈ അന്വേഷണത്തിലാണ് ഈ പുളിക്കീഴ് പോലീസ് ഇത് കൊലപാതകമെന്ന നിഗമനത്തിലേക്കും കണ്ടെത്തലിലേക്കും എത്തുന്നത്. ഈ പോലീസ് എത്തി തെളിവുകൾ ശേഖരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കിടപ്പുമുറിയിൽ രക്തക്കറകൾ കഴുകി മായ്ച്ച നിലയിലും കണ്ടിരുന്നു. അതായത് ഇത് യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തിയ ആളുകൾ കൊലപാതകം അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് രക്തക്കറകൾ വളരെ ഭംഗിയായി മായ്ച്ചു കളഞ്ഞത്. എന്നാൽ പോലീസ് ഇത് കണ്ടെത്തിയോടെ പോലീസിന് സംശയം ബലപ്പെടുകയും ആയിരുന്നു. പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു, ഫോറൻസിക് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഫോറൻസിക് റിപ്പോർട്ടിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥി മുറിഞ്ഞാണ് മരണം നടന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നു. പൊടിയാടി ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവറാണ് മരിച്ച വ്യക്തി. ഇദ്ദേഹം ഏറനാളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തി കൂടിയാണ്. പിന്നെ സഹോദരൻ്റെ ബന്ധുവീട്ടിലും താമസിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായി ആസൂത്രിത കൊലപാതകം എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. അതിൻ്റെ കാരണം ഈ കൊലപാതകം നടത്തിയ ശേഷം ആ വീട്ടിലെ തറ ഒക്കെ തന്നെ ഭംഗിയായി കഴുകി വൃത്തിയാക്കി തെളിവ് നശിപ്പിക്കലിന് ശ്രമമുണ്ട്. അതിനുശേഷം ഒരു സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകികൾ ശ്രമിച്ചത്. എന്നാൽ പോലീസിൻ്റെ വളരെ ശാസ്ത്രീയമായ അന്വേഷണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായി, ഫോറൻസിക് റിപ്പോർട്ടും വളരെ നിർണായകമായി തന്നെയാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം തന്നെ പുളിക്കീഴ് പോലീസ് നടത്തിയ അന്വേഷണം, അത് വീട്ടിലെത്തി വിശദമായ പരിശോധന തന്നെ ഒരു ആത്മഹത്യയെന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാരണത്താൽ മരണപ്പെട്ട വ്യക്തി എന്ന തരത്തിലേക്ക് എത്താതെ, കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ആ രക്തക്കറകളൊന്നും കഴുകി വൃത്തിയാക്കി മരണത്തിലേക്ക് കിടക്കുന്ന സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മരണമെന്ന് എഴുതിത്തള്ളുമെന്ന അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന തരത്തിൽ എഴുതിത്തള്ളുമെന്ന കരുതിയ ഒരു കൊലപാതകത്തെയാണ് പോലീസിൻ്റെ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ടത്. ആ സ്ഥലത്തെത്തി പോലീസ് നടത്തിയ വളരെ സൂക്ഷ്മമായ പരിശോധന തന്നെയാണ് ഈ കൊലപാതകം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിച്ചിരിക്കുന്നത്. ആര്യ. ശരി, സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.